ധാന്യവാനിരിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്നതിനുമായി സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വീണ്ടും ഒരു ഞായറാഴ്ച കർത്താവേ, സന്ധ്യാസമയത്ത് കർത്താവേ, കർത്താവേ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുവാൻ സാധിച്ച മൺകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഞങ്ങൾ വന്നുകൂടിയ ആലയവും പരിശുദ്ധ കുഞ്ഞാടിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വന്നുകൂടിയ ഓരോരുത്തരെയും പേരായി ഇങ്ങനെ സമർപ്പിക്കുന്ന കർത്താവേ, അവരുടെ ആവശ്യങ്ങളെല്ലാം അപ്പാ സമർപ്പിക്കുന്ന കർത്താവേ. പാടുവാനും പ്രാർത്ഥിക്കുവാനും സങ്കീർത്തനം ധ്യാനിക്കാനും ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഉന്നമേ നിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ, പൽക്കാലം മുഴുവൻ ഞങ്ങളെ ജയോത്സവമായി നടത്തിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കർത്താവേ, വചനം പറയുന്ന മുൻചാന്യങ്ങളും നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ഞങ്ങൾക്ക് ആവശ്യമായുള്ള കർത്താവേ മന്ന കർത്താവ് വിളമ്പി തരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മ ശക്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ വരുവാനുള്ളവരെ എത്രയും കൂട്ടി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴിയാത്രയിലെല്ലാം കർത്താവെ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവത്തെ യേശുവിനെ കൃപയോടെ കേട്ട് ഉത്തരമുള്ള മാറാകണമേ. പുസ്തകത്തിലെ 35-ാമത്തെ പാഠം 35. എനിക്കായി കരുതുന്നവേ, ഭാരങ്ങൾ വഹിക്കുന്നവേ, എനിക്കായി കരുതുന്നവേ, ഭാരങ്ങൾ വഹിക്കുന്നവേ, എന്നെ കൈവിടാത്തവേ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവേ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എഴുതിയിൽ വീണാലോ അവിടെ ഞാൻ ഏകനല്ല. എഴുതിയിൽ വീണാലോ അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതു തീയിലല്ല, എന്റെ യേശുവിൻ കരങ്ങളിലോ. വീഴുന്നതു തീയിലല്ല, എന്റെ യേശുവിൻ കരങ്ങളിലോ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. ഘോരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഘോരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, നടക്കുന്ന യേശുവത്തെ ഞാനവൻ കരങ്ങളിലാ. നടക്കുന്ന യേശുവത്തെ ഞാനവൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ
എനിക്കായി കരുതിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. അത് 141 സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോടിതാരത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിക്കണം പൊന്നുനാഥനെ. ഈശോടിതാരത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിക്കണം പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം തൻ സ്നേഹമാശ്ചര്യമേ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം തൻ സ്നേഹമാശ്ചര്യമേ. എന്റെ ലംഘനങ്ങളും എന്നകത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. എന്റെ ലംഘനങ്ങളും എന്നകത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നും കൂടെയുള്ളവൻ. ലോകാശയിലെനിക്ക് സഹായകനും രാക്കാലഗീതവുമാവേ. ലോകാശയിലെനിക്ക് സഹായകനും രാക്കാലഗീതവുമാവേ. നല്ല വൈദ്യനോ നിലാക്ഷരവുമേ ആത്മസാധിയുമാവൻ തന്നെ. നല്ല വൈദ്യനോ നിലാക്ഷരവുമേ ആത്മസാധിയുമാവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നും കൂടെയുള്ളവൻ. സിയോനിൽ വാണിടുവാനാ വിളിച്ചു തന്നെ ശ്രേഷ്ഠാവദേശമുണ്ടെന്നു. സിയോനിൽ വാണിടുവാനാ വിളിച്ചു തന്നെ ശ്രേഷ്ഠാവദേശമുണ്ടെന്നു. ഭയങ്കരഭൂതം ഈ വൻറുവയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നു. ഭയങ്കരഭൂതം ഈ വൻറുവയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നു. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നും കൂടെയുള്ളവൻ. പ്രജാത്തിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്ക് അവകാശം താനും പാലിപ്പാൻ. പ്രജാത്തിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്ക് അവകാശം
ഞാനും പ്രാപിപ്പാൻ ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. യേശു മാറാത്തവേ, യേശു മാറാത്തവേ, മാറാത്തവേ, എത്ര നല്ലവേ, ഇന്നുമെന്നും കൂടെയല്ല. യേശു മാറാത്തവേ, യേശു മാറാത്തവേ, യേശു മാറാത്തവേ, എത്ര നല്ലവേ, ഇന്നുമെന്നും കൂടെയുള്ളവേ. അറുപത്തിയെട്ടാമത് 68. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ, ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, മരുഭൂമിയിലെനിക്ക് ജീവജലം തന്നതിനെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിലെനിക്ക് ജീവജലം തന്നതിനെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഏകനായി നിന്നെ പരദേശിയ നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ, ഏകനായി നിന്നെ പരദേശിയ നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ, സ്വന്തം വീട്ടിൽ ചേർത്തുകൊള്ളാമെന്നുരച്ചനാഥൻ എന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വന്തം വീട്ടിൽ ചേർത്തുകൊള്ളാമെന്നുരച്ചനാഥൻ എന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. കണ്ണുനീരും ദുഃഖവും നിരാശയോ പൂർണ്ണമായി മാറിടും ദിനം വരും. കണ്ണുനീരും ദുഃഖവും നിരാശയോ പൂർണ്ണമായി മാറിടും ദിനം വരും. അന്നു പാടും ദൂതൻ മധ്യേ ആക്കുപാടുമേലുമായി ഇത്രത്തോളം യഹോവ സഹായിച്ചു. അന്നു പാടും ദൂതൻ മധ്യേ ആക്കുപാടുമേലുമായി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹല്ലേലൂയ. ആത്മാവിൽ നമ്മൾ വെച്ച കർത്താവിനെ കാര്യങ്ങളെ കുറിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അറുപത്തിമൂന്നാം
ദൈവമേ, നീ എൻ്റെ ദൈവം. അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങിയ ദേശത്ത് എൻ്റെ വെള്ളം നിനക്കായി ദാഹിക്കുന്നു. എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എൻ്റെ യാത്രകൾ നിന്നെ സ്തുതിക്കും. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങൾ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. നിന്റെ ചെറിയ നിഴലിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നു. എന്നാൽ അവർ സന്തോഷത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോക്കും. എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നവനെല്ലാം മുഴുവൻ എങ്കിലും ദാവീദിന്റെ സങ്കീർത്തനം 1-ാം വാക്യം. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. കർത്താവിനോട്, യഹോവയാം ദൈവത്തോട് ദാവീദ് പറയുകയാണ്. നമുക്കും ഇപ്രകാരം തന്നെ പറയുവാനായിട്ട് സാധിക്കും. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. നമ്മുടെയൊക്കെ പിതാക്കന്മാരുടെ കാലത്ത് അധികാലത്ത് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതിരാവിലെ തിരുസന്നിധിയിൽ നിന്നുള്ള പാട്ടൊക്കെ പാടി. എന്നാൽ ഇപ്പോൾ പണ്ടത്തെ എൻ്റെ പപ്പായുടെ അമ്മാച്ചൻ, അതായത് സൂസിയാൻ്റിയുടെ വല്യപ്പൻ്റെ അനിയൻ, എയർലി ടു ബെഡ് ആൻഡ് എയർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി ആൻഡ് വെൽത്തി. പുള്ളി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന, ഞങ്ങളൊക്കെ കൊച്ചുപിള്ളേരായിരുന്ന സമയത്ത് നേരത്തെ കിടക്കുകയും നേരത്തെ എഴുന്നേൽക്കുകയും. അപ്പം ഇന്ന് ആ സിസ്റ്റം മൊത്തം മാറിപ്പോയി. ഇന്ന് താമസിച്ച് കിടക്കുകയും താമസിച്ച് എഴുന്നേൽക്കുകയും ചെയ്യാം. ഞാനൊരിക്കൽ ഇതിൻ്റെ കല്യാണം വിളിക്കാനായിട്ട് ഞങ്ങളുടെ ഒരു ബന്ധത്തിൽപ്പെട്ട വീട്ടിൽ ചെന്നപ്പം ഉച്ചയ്ക്ക് 12 മണിയായി. ഞായറാഴ്ചയാന്ന് തോന്നുന്നു. അവരുടെ മകൻ കല്യാണമൊക്കെ കഴിഞ്ഞൊരു കുഞ്ഞൊക്കെ ഉള്ളതാണ്. എനിക്കിച്ചിരി അടുത്ത ബന്ധമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, എന്തിയേ അവനെ വിളിച്ച് ഇച്ചിരി കുറച്ച സ്വരത്തിൽ പോയി, അവനെ ചേട്ടൻ വിളിച്ചേ. അപ്പോൾ അപ്പം വന്നിട്ട് പറഞ്ഞു, അവനെ ഞായറാഴ്ച ദിവസേ ഒരു മണി 2 മണിക്ക് എഴുന്നേക്കത്തുള്ളൂ. അപ്പം ഞാൻ മനസ്സിലാക്കി, അവനെ വിളിക്കുവാനുള്ള ആംബിയർ അവൻ്റെ അപ്പനില്ല എന്നുള്ളത് മനസ്സിലാക്കി. ഉറങ്ങിക്കോട്ടെ, ഉറങ്ങിക്കോട്ടെ. പെണ്ണ് കെട്ടി 1.5 പിള്ളേരുമായി നിൽക്കുന്നിടത്താണ്. അപ്പം അധികാലത്ത് ദൈവത്തെ അന്വേഷിക്കുക. കാരണം ലോകപരമായി ഇന്ന് അതിൻ്റെ ആവശ്യമൊന്നും ആർക്കും ഇല്ല. കാരണം ജോലിയുണ്ട്, വരുമാനമുണ്ട്, അല്ല മാതാപിതാക്കൾ കണ്ട സ്വത്തൊക്കെ ഉണ്ട്. ഇന്ന് അധികാലത്ത് ദൈവത്തെ അന്വേഷിക്കുന്നതായ ഒരു അവസ്ഥയിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ പ്രതിസന്ധികളൊക്കെയും കടന്നു വരുമ്പോൾ, അല്ല അത് മരുമയുടെ കുഴപ്പമാണ്, അല്ല ഇന്നാരുടെ കുഴപ്പമാണെന്ന് പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരുടെ തലയിൽ ഇതെല്ലാം കയറ്റി വെക്കുകയാണ്. നമുക്കറിയാം, ദിനവൃത്താന്തം 2 ദിനവൃത്താന്തം 28 അല്ല 1 ദിനവൃത്താന്തം 28, അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം ശലോമോനോട് ദൈവം പറയുന്നതായ ഒരു ഭാഗം. 1 ദിനവൃത്താന്തം 28 28ൻ്റെ 9-ാം വാക്യം അവസാനം. നീ ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ ദൈവത്തെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നെങ്കിൽ ദൈവം നിന്നെ എന്നേക്കും തള്ളിക്കളയും. അങ്ങനെ പറഞ്ഞു. നീ ദൈവത്തെ അന്വേഷിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഓട്ടോമാറ്റിക്കലി ദൈവത്തെ ഉപേക്ഷിക്കുന്നു, അങ്ങനല്ലേ? അപ്പം ദൈവത്തെ ഞാനും നിങ്ങളും അന്വേഷിക്കണമെങ്കിൽ ഈ അധികാലത്ത്, ഇപ്പം ചിലർ ചോദിച്ചേക്കാം, അതിന് അധികാലത്ത് അന്വേഷിക്കണമെന്നൊന്നും ഇല്ലല്ലോ. ഇല്ല, കുഴപ്പമൊന്നുമില്ല. എപ്പം വേണമെങ്കിലും 24 മണിക്കൂർ സമയമുണ്ട്. ആ സമയത്ത് സത്യത്തിൽ എപ്പോഴാണ് ആൾക്കാർ ദൈവത്തെ അന്വേഷിക്കുന്നത്?
ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ എൻ്റെ മൂത്ത മോനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. സദൃശ്യവാക്യം 1-ാം അധ്യായത്തിലെ കാര്യം ഞാൻ മോനോട് പറഞ്ഞിട്ടുണ്ട്. അതായത് അതൊന്ന് എടുക്കാമോ? സദൃശ്യവാക്യം ഇപ്പം മനസ്സിലേക്ക് വന്നതുകൊണ്ടങ്ങ് പറയുന്നെന്നുള്ളൂ. സദൃശ്യവാക്യം 1-ാമത്തെ അധ്യായം അതിൻ്റെ 23 മുതലുള്ള 22 മുതലുള്ള വാക്യങ്ങൾ. ബുദ്ധിഹീനരെ നിങ്ങൾ ബുദ്ധിഹീനതയെ രസിക്കുകയും പരിഹാസികളെ നിങ്ങൾ പരിഹാസത്തിൽ സന്തോഷിക്കുകയും ഭോഷന്മാരെ നിങ്ങൾ പരിജ്ഞാനത്തെ വെറുക്കുകയും ചെയ്യുന്ന എത്രത്തോളം എൻ്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുകയും ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും, എൻ്റെ വചനങ്ങളെ നിങ്ങളെ അറിയും. ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെ, ഞാൻ കൈ നീട്ടിയിട്ട് കൂട്ടാക്കാതെ നിങ്ങൾ എൻ്റെ ആലോചനയൊക്കെയും ത്യജിച്ചു കളയുകയും എൻ്റെ ശാസനയെ ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ ചിരിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും. ഞാൻ ചിലപ്പം പിള്ളേരോടൊക്കെ പറയും, എൻ്റെ മക്കളെ ദൈവത്തെ ചിരിപ്പിക്കരുതെന്ന് പറയും. അതായത് അനർത്ഥ ദിവസങ്ങൾ വരുമ്പോഴാണ് അനേകരും എന്ത് ചെയ്യുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്നതും ദൈവത്തെ വിളിക്കുന്നതൊക്കെ. അതിൻ്റെ 27-ാം വാക്യം കണ്ടോ? നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് കൊടുങ്കാറ്റ് പോലെയും നിങ്ങളുടെ ആപത്ത് ചുഴലിക്കാറ്റ് പോലെയും വരുമ്പോൾ, കഷ്ടവും സങ്കടവും നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ അപ്പോൾ അവർ ദൈവത്തെ വിളിക്കും, ദൈവം ഒട്ട് ഉത്തരം പറയുകയുമില്ല. ജാഗ്രതയോടെ അന്വേഷിക്കും, ദൈവത്തെ കണ്ടെത്തുകയും. അപ്പം ഞാനും നിങ്ങളുമൊക്കെയും ഇനി അധികാലത്ത് തന്നെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും 24 മണിക്കൂറിൽ ഒരു 10 മിനിറ്റെങ്കിലും യഹോവയുടെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ, ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ഒരു 10 മിനിറ്റെങ്കിലും ദൈവാന്വേഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അല്ലേ? കാരണം തിരക്കേറിയ ജീവിതത്തിലാണ് ആൾക്കാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചെറുപ്പക്കാർക്കൊക്കെയും 12 മണിക്കൂറോളം ഡ്യൂട്ടിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അവർ ടയേർഡാവും, ശരിയാണ്. എന്നാലും ഞാനും നിങ്ങളുമൊക്കെയും നമ്മുടെ മൊബൈലിൽ വാട്സാപ്പും ഫേസ്ബുക്കും പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെയും അനേക നേരം നമ്മൾ അന്വേഷിക്കാറുണ്ട്. ഈ ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവത്തെ കണ്ടെത്തുക തന്നെയല്ല, കണ്ടെത്തി ജാഗ്രതയോടെ അന്വേഷിക്കുന്ന ഒരു കർത്താവിനെ കണ്ടെത്തി കഴിഞ്ഞാലുള്ള ഗുണം കൂടെ നമുക്കൊന്ന് ചിന്തിക്കാം അല്ലേ? സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ. സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായം അതിൻ്റെ അവിടെ പറയുന്നത്, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്ന എന്നെ കണ്ടെത്തും. 20-ാമത്തെ വാക്യം, എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി കൊടുക്കും, എൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയും എല്ലാം ഉണ്ട്. അപ്പം ദൈവത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ വേണ്ടിയതായ ധനം, മാനം, പുരാതന സമ്പത്ത് എല്ലാം തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നൊരു കർത്താവാണ്. അതുകൊണ്ട് ദൈവാന്വേഷണം നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമായി തീരട്ടെ എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. വത്സമ്മ കടന്നു വന്ന് പ്രാർത്ഥിക്കാം. അവിടെ ഓർത്തുങ്കല മോളിയാൻ്റി കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ ചെത്തിപ്പുഴ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. സോഡിയം താന്ന് വളരെ ക്ഷീണതയാണ്. 4-5 ദിവസമൊക്കെ ആശുപത്രിയിൽ കടന്നു. എന്നാലും ചൊവ്വാഴ്ച ഡിസ്ചാർജായി ഭവനത്തിൽ വന്നു. ഇന്ന് കൂട്ടായ്മയിൽ വന്നിട്ടുണ്ട്. വളരെ ക്ഷീണതയാണ്. ഒരു തരത്തിൽ അവിടെ പുറകെ ഇരിപ്പുണ്ട്. പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥന പ്രാർത്ഥന കേട്ട് സൗഖ്യം കൊടുക്കുന്നതായ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് മോളിയാൻ്റി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സൂസിയാൻ്റിയും കടന്നു വന്നിട്ടില്ല. സൂസിയാൻ്റിയുടെ മുട്ടിന് വേദനയിൽ ഭാരപ്പെടുന്നു. 2-ാം തീയതി ഡോക്ടറെ കാണാനിരിക്കുകയാണ്. അതിനുശേഷം സൂസിയാൻ്റി ഒക്കെയും കടന്നു വരുവാൻ തക്കോണം കൂട്ടായ്മയിലെ ദൈവമക്കൾക്ക് അവിടെ രോഗങ്ങൾ ഓരോരുത്തരെ പിടിക്കുന്നു. അതെല്ലാം മാറുവാൻ, എല്ലാവർക്കും കൂടി വന്ന് കർത്താവിനെ ഉയർത്തുവാൻ, തടസ്സങ്ങളൊക്കെ മാറുവാൻ, കർത്താവിൻ്റെ അടിപ്പിണരുള്ള സൗഖ്യമേക്കുവാൻ തക്കോണം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മറ്റ് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ അനൂപിനും ജിനുവിനും തക്ക തുണയെക്കുറിച്ച് കർത്താവ് മാനിക്കേണ്ടതിന് മാലമ്പള്ളിയിൽ അമ്മച്ചിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ മൂലമേൻ യാചന നൽകുമേൻ, യേശുവിൻ മൂലമേൻ യാചന നൽകുമേൻ, ആശയിൽ കെഞ്ചിടുന്നേ അല്ലാതെന്നിൽ ദേശവും നന്മയില്ലേ, അല്ലാതെന്നിൽ ദേശവും നന്മയില്ലേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം കർത്താവേ, സ്തോത്രം. ഞങ്ങളെ ഉദാഹരണം സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സന്ധ്യ നൽകുന്നതാണ്. നിങ്ങളുടെ സന്ധ്യാസമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടെ ഞങ്ങൾക്ക് അവസരം അവിടെ തന്നതിനായി
ഭവനവും പരിസരവും ചിന്തനാലതിനും മനപ്പാത്തിരിക്കാൻ മുതിരേക്ക് പ്രാർത്ഥിക്കുന്നതാണ്. അടികൾ വിട്ടിട്ട് പോയിരിക്കുന്ന ഭവനങ്ങളെ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രവെച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദുഷ്ടൻ കടപ്പാടുകളുടെ കർത്താവിന് കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതാണ്. നിമിഷപ്പിനെ പാടുവാനെ പ്രാർത്ഥിപ്പാനെ സങ്കീർത്തനങ്ങളെ ധ്യാനിപ്പാനൊക്കെ തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, രണ്ടാമോ യേശുവിന്റെ നാമത്തിൽ കൂട്ടുകാരുടെ നടുവിലേക്ക് വരുവത വാഗ്ദത്തം ചെയ്ത കർത്താവ് ഞങ്ങളുടെ മനസ്സിൽ പതിയിരിക്കായി സ്തോത്രങ്ങളാണ്. ഇന്നുവരെ നടന്ന എല്ലാവരത്തിനായി സ്തോത്രം. ഞാൻ എൻ്റെ കണ്ണു തുറന്നതിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം ഇവിടെ നിന്ന് വരും. എൻ്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാകിയ യഹോവയിൽ നിന്ന് വരുന്നു. ആ സഹായത്തിൽ നല്ല നാഥനായ കർത്താവെ, ഈ മധ്യത്തിലുള്ളതിനായി സ്തോത്രങ്ങളാണ്. മനുഷ്യനായി പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രവർത്തിക്കുന്ന എല്ലാ നന്മയ്ക്കായി സ്തോത്രം. ആദ്യക്കായി മക്കൾക്കായി കുഞ്ഞുമക്കൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇവിടെ പേര് പറയപ്പെട്ട വിഷയങ്ങൾ കർത്താവിന്റെ കരങ്ങൾ സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്ന രോഗിക്ക് നല്ല വൈദ്യനായ യേശു, ആ മഹാവൈദ്യനായ കർത്താവിൽ ഞങ്ങളെ നടുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. സൗഖ്യമാക്കുവാൻ കണ്ണുനീട്ടുന്ന കൃപയ്ക്കായി സ്തോത്രം. ഓടിയാനിക്കായി പ്രാർത്ഥിക്കുന്നു. ദയമുള്ള ഭാഗം ഇവിടെയുള്ള കാലയാക്കാൻ മുദ്രവെച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പണ്ട് ശരീരാമങ്ങളെ ഇവിടുന്ന് ബലപ്പെട്ട കർത്താവെ, പൂർണ്ണ സൗഖ്യവും പൂർണ്ണ ആരോഗ്യവും പൂർണ്ണ ബലവും കൊടുത്ത് അവിടുന്ന് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന. ദീനക്കാരനെ രക്ഷിക്കുന്ന കർത്താവിനെ എഴുന്നേൽപ്പിക്കുന്ന വചന കർത്താവിന് അനുഗ്രഹമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യാനിക്കായി പ്രാർത്ഥിക്കുന്നു. ആംബുലൻസിന്റെ കരസൗഖ്യത്തെ കരോട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലാമ്പഴി അമ്മച്ചിക്കായി പ്രാർത്ഥിക്കുന്നു. പൊട്ടിരിക്കുന്ന വിടുതലിനായി സ്തോത്രം. വിവാഹത്തെ ആഗ്രഹിക്കുന്ന മക്കളെ കടങ്ങളിൽ ഏൽപ്പിക്കുന്നു. മനുഷ്യനേകനായിരുന്നല്ല എന്ന് കണ്ടുകൊണ്ടേ ഉണ്ടാക്കി കൊടുക്കുന്ന കർത്താവെ, ആ കുഞ്ഞുങ്ങൾക്ക് തക്ക സമയത്ത് അവിടുന്ന് മക്കളെ ഒറ്റിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവത്തിനായി സ്തോത്രം. അപേക്ഷിക്കാതെ ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആലോചനയിൽ വലിയവൻ പ്രവർത്തി ശക്തനായിരുന്നു. എനിക്ക് വലിയ ചെയ്ത് പറയുവാൻ യേശുവിന്റെ നാമം മഹത്വമിട്ട് പോകാൻ തക്കണം കർത്താവെ, ഞങ്ങളെ നട്ടുചേരി വന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടനെ എല്ലാ നന്മകളാലും നിറയ്ക്കണമേ, കൂട്ടേരിക്കണമേ. പ്രാർത്ഥന കണ്ടനായി സ്തോത്ര സർവമായ ചെയ്യാം. കൊടിയ കാറ്റടിക്കണമേ, ആത്മാമന്ദമരുതനേ ദാസമധ്യത്തിൽ. കൊടിയ കാറ്റടിക്കണമേ, പച്ചത്തം ദൂരക്കു മാത്രമല്ല ഭക്തുവരീക്ഷവർക്കേതും ദയാലു. പച്ചത്തം ദൂരക്കു മാത്രമല്ല ഭക്തുവരീക്ഷവർക്കേതും ദയാലു. ഓമേന പേർ ചൊല്ലിച്ചാരത്തണേക്കു, ഓമേന പേർ ചൊല്ലിച്ചാരത്തണേക്കു. ദൂരത്തും നൽകും നിന്നമദാനം, ദൂരത്തും നൽകും നിന്നമദാനം. കൊടിയ കാറ്റടിക്കണമേ, ആത്മാമന്ദമരുതനേ ദാസമധ്യത്തിൽ. കൊടിയ കാറ്റടിക്കണമേ, വടുതിക്കാറ്റേ നല്ല തെന്നിക്കാറ്റേ പ്രിയൻ തോട്ടത്തിൽ നിൽക്കുന്ന നാടുകരകളിന്ന്. വടുതിക്കാറ്റേ നല്ല തെന്നിക്കാറ്റേ പ്രിയൻ തോട്ടത്തിൽ നിൽക്കുന്ന നാടുകരകളിന്ന്. നൽസുഗന്ധം വിശും നേരം വരെയും, നൽസുഗന്ധം വിശും നേരം വരെയും. ഊതുകമേ പ്രിയമാക്കൾ
ചാടിക്കേണമേ മന്ത്രമാരുതേ മധ്യത്തിൽ കൊടിയക ചാടിക്കേണമേ ഏറ്റവും ബലമുള്ള വന്മരമാകിലും ഒറ്റം പേരും കാറ്റുമാടിക്കണമേ ഇപ്പോ ഏറ്റവും ബലമുള്ള വന്മരമാകിലും ഒറ്റം പേരും കാറ്റുമാടിക്കണമേ ഇപ്പോ ഇലകളും ചില്ലിക്കും പകിലവും കാറ്റടി ഇലകളും ചില്ലിക്കും പകിലവും കാറ്റടി ചാടിയുലയ്ക്കുവാൻ ആടിയുലയ്ക്കുവാൻ കൊടിയക ചാടിക്കേണമേ മന്ത്രമാരുതേ മധ്യത്തിൽ കൊടിയക ചാടിക്കേണമേ നാലുപാടു ചുറ്റിയാടിക്കണമേ ഉന്നത ഭാവങ്ങൾ നിലംപരിചാര നാലുപാടു ചുറ്റിയാടിക്കണമേ ഉന്നത ഭാവങ്ങൾ നിലംപരിചാര ശക്തിയോടടിക്കുക ദൈവത്തിൻ കാറ്റേ ശക്തിയോടടിക്കുക ദൈവത്തിൻ കാറ്റേ ഊതുക നീൻ പ്രിയമാക്കൾ മേലിന്ന് ഊതുക നീൻ പ്രിയമാക്കൾ മേലിന്ന് കൊടിയക ചാടിക്കേണമേ മന്ത്രമാരുതേ മധ്യത്തിൽ കൊടിയക ചാടിക്കേണമേ വടുത്തിക്കാറ്റേ നല്ല കാറ്റേ വടുത്തിക്കാറ്റേ നല്ല കാറ്റേ നൽസുഗന്ധം വിഷം നേരം വരേയും നൽസുഗന്ധം വിഷം നേരം വരേയും ഊതുക നീൻ പ്രിയമാക്കൾ മേലിന്ന് ഊതുക നീൻ പ്രിയമാക്കൾ മേലിന്ന് കൊടിയക ചാടിക്കേണമേ മന്ത്രമാരുതേ മധ്യത്തിൽ കൊടിയക ചാടിക്കേണമേ കർത്താവിന്റെ കരങ്ങൾ സ്തോത്രം ചെയ്യാം ഹല്ലേലൂയ 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 ആൻസി Hallelujah, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. രക്ഷപ്പെട്ട ഈ ഒരു കാലത്ത് ദാനമായിട്ട് കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. ഈ രാത്രിയുടെ സമയത്ത് ദൈവമേ ഞങ്ങൾക്ക് ഇവിടെ കൂടി വരുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അനേകർക്ക് ലഭിക്കാത്ത ഈ ഭാഗ്യത്തിൽ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയൊക്കെ ജീവിക്കുവാൻ ദൈവമേ ഞങ്ങൾക്ക് തരുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രോഗങ്ങളാൽ രോഗാവസ്ഥയിലൊക്കെ ഇരിക്കുന്നവരുണ്ടല്ലോ കർത്താവെ. പ്രത്യേകിച്ച് മോളിയാൻ്റെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രോഗത്താൽ ഫലപ്പെടുന്ന സൂസിയാൻ്റെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിവാഹം നടക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്കൊക്കെ എത്രയും വേഗം വിവാഹമൊക്കെ നടക്കുവാൻ ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ യുവതലമുറയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ ദൈവമേ ആ കുഞ്ഞുങ്ങളെ ഒക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പഠിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപകളും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രത്യേകിച്ച് രോഗങ്ങളാൽ ഫലപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മോടിച്ച വചനം പറയുമ്പോൾ കർത്താവെ ആ വചനം ഞങ്ങൾക്ക് നല്ല അറിവും ബലവും ഒക്കെ തരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾക്ക് ഇന്ന് ആരാധിക്കാനും പാടുവാനും ധ്യാനിക്കുവാനും ഒക്കെ തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ചാനലിലൂടെ കൂടുതൽ വചനങ്ങളൊക്കെ കേൾക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. അതനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കേൾക്കുക സ്തോത്രം സരേഷു നാം തന്നെ.
67-ാമത്തെ പാട്ട്. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു, ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മകൾ ഭാഗ്യമീ ജീവിതം പാരിലെന്തുള്ളൂ, മകൾ ഭാഗ്യമീ ജീവിതം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോ ഭാഗ്യം പാരിലെന്തുള്ളൂ, കഷ്ടവും നഷ്ടവും നേരിടും നേരം, കഷ്ടവും നഷ്ടവും നേരിടും നേരം അവ സന്തോഷമായി സഹിച്ചിടാൻ ശക്തി നൽകുന്ന, അവ സന്തോഷമായി സഹിച്ചിടാൻ ശക്തി നൽകുന്ന, ക്രിസ്ത്യ ജീവിതം പോ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ുള്ളൂ, പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോ, പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന, സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ